അവളുടെ കാലുകളിൽ ചുംബനമേറ്റത് ഒരിക്കലും സ്വപ്നത്തിലല്ല, യഥാർത്ഥത്തിലാണെന്ന് അവൾ ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ, എൻ്റെ ഭദ്ര, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് ആ സ്ഥലത്തിൻ്റെ ആള് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കൃഷിയെല്ലാം കണ്ടാൽ എന്നെ കൊന്നുകളയും. പൊന്നു ഭദ്ര, നിന്നെ കുഴപ്പിക്കാനല്ല. അത് എന്നെ നോക്കാൻ ഏൽപ്പിച്ച സ്ഥലമാണ്. ആ സ്ഥലം അതിൻ്റെ ആളറിയാതെ നിങ്ങൾക്കൊക്കെ കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ കൃഷിക്ക് തരുന്നതല്ലേ. ഞാൻ ആ സ്ഥലത്ത് ഇങ്ങനെയൊരു തിരുമറി ചെയ്യുന്നു എന്ന് അങ്ങോരെങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊന്നു തള്ളും. പൊന്നു ഭദ്ര, ഇന്ന് 10 മണിക്ക് മുന്നേ ആ സ്ഥലം തരിശുഭൂമിയാക്കി താ. എൻ്റെ സ്വാമി ഈ രാവിലെ വന്നിട്ട് പെട്ടെന്ന് കൃഷിയെല്ലാം ഒഴിപ്പിച്ച് ഭൂമി തരിശാക്കി തരാൻ പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? എൻ്റെ ഭദ്ര, ഇപ്പോഴാണ് ആ കൊച്ചിൻ്റെ പിയെ വിളിച്ച് കാര്യം പറയുന്നത്. ആ പയ്യൻ സ്ഥലം നോക്കി പുതിയ എന്തോ പണിയാനായി ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന്. എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ. താനൊന്ന് വേഗം കുറച്ച് പേരെ വിളിച്ച് അവിടെ ഒന്ന് തരിശാക്ക്. മാസം 2 ഞാൻ സ്ഥലം ഒഴിയാൻ പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് കലിതുള്ളി സ്വാമി അവിടെ നിന്നും പോയി. ഭദ്രൻ എന്ത് ചെയ്യുമെന്നറിയാതെ തലയിൽ കൈകൊടുത്തിരുന്നു. ഇന്ന് പണിക്കാരെ ഞാൻ എവിടെ നിന്നുണ്ടാക്കും എന്നറിയാതെ ഭദ്രൻ ഉഴറി. ഏട്ടാ, 2 മാസം മുന്നേ സ്വാമി പറയുന്നതല്ലേ സ്ഥലം ഒഴിയാൻ. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? പെട്ടെന്ന് അതിൻ്റെ മുതലാളി വരുമെന്ന് ഞാനുണ്ടോ അറിയുന്നു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെല്ലാം. ഭദ്രൻ ആ ഇരിപ്പ് അങ്ങനെയിരുന്നു. കുളി കഴിഞ്ഞ് റൂമിലേക്ക് നടന്നു പോകുന്ന ഗൗരിയുടെ കയ്യിൽ പെട്ടെന്നൊരു പിടി വീണു. ആ കൈകൾ അവളെ വലിച്ചുകൊണ്ട് ഇരുട്ടടഞ്ഞ ഒരു ഭാഗത്തേക്ക് നീങ്ങി. പെട്ടെന്നുള്ള വലിയിൽ അവളാകെ ഉലഞ്ഞു പോയിരുന്നു. അവളുടെ ചെവിക്കടുത്ത് ചുടുശ്വാസം വന്ന് പതിക്കുന്നത് അവൾ നന്നായി അറിഞ്ഞു. ദേവൻ, അവളൊരു കാറ്റുപോലെ പറഞ്ഞു. എന്നാൽ അവളുടെ വയറിലൂടെ അരിച്ചിറങ്ങുന്ന കൈകൾ പരുക്കനായിരുന്നു. ഒരിക്കലും ദേവന്റെ സ്പർശം അങ്ങനെയല്ല. അവളൊരു ഞെട്ടലിൽ തനിക്ക് മുന്നിലുള്ള ആളെ തള്ളി മാറ്റിക്കൊണ്ട് ആ ഇരുട്ടുമുറിക്ക് വെളിയിൽ വന്നു. കിതപ്പടക്കാനാവാതെ അവൾ ഭയത്തിൽ ആ മുറിക്കകത്തേക്ക് തന്നെ നോക്കി. പക്ഷേ അവിടെയുള്ള വ്യക്തിയെ ഇരുട്ടായതുകൊണ്ട് അവൾക്ക് കാണാനായില്ല. മോളെ, എന്താ അവിടെ? മുകളിലേക്ക് വന്ന ലക്ഷ്മി അവളോടായി തിരക്കി. അമ്മേ, അവിടെ ആരോ എന്നെ. അവിടെ ആരുമില്ല മോളെ, അത് ഉപയോഗിക്കാത്ത മുറിയാണ്. അല്ല അമ്മായി, അവിടെ ആരോ എന്നെ. എന്താ കുട്ടി പറയുന്നത്? അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ലൈറ്റ് ഓൺ ചെയ്തു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുറെ പൊടിപിടിച്ച സാധനങ്ങൾ മാത്രം. ഒരു വികലമായ ഭയം ഗൗരിയുടെ മനസ്സിനെ പിടികൂടി. അവളുടെ നട്ടെല്ലിൽ വിറയൽ അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി മുതൽ എനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും ഇതൊന്നും എൻ്റെ തോന്നലല്ല. അവൾ ചിന്തയിൽ മുന്നോട്ട് നടന്നു. ഉമ്മറത്ത് തന്നെ റാം ചായയുമായി ഇരിപ്പുണ്ട്. അവൾ അവനെ കണ്ട ഭാവം നടിച്ചില്ല. ഹായ് ഗൗരി, എപ്പോൾ എഴുന്നേറ്റു? അവൾ അവനെ നോക്കിക്കൊണ്ട് മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി. പതിയെ അവൾ വയലിലൂടെ മുന്നോട്ട് നടന്നു. വയലിൻ്റെ മറുവശമാണ് ഭദ്രൻ കൃഷി ചെയ്യുന്ന സ്ഥലം. ഇടയ്ക്ക് അവൾ അവിടെ പോയി ഇരിക്കാറുണ്ട്. നല്ല ഇളം കാറ്റും ഒരു തണുപ്പുമെല്ലാമുള്ള സ്ഥലമാണ്. മനസ്സിന് അവിടെ ഇരിക്കുമ്പോൾ ശാന്തത അനുഭവപ്പെടാറുണ്ട്. മുന്നോട്ട് നടക്കുന്നതിനിടയ്ക്ക് പിന്നിൽ നിന്നും റാമിൻ്റെ നീട്ടിയുള്ള വിളി കേട്ടു. ഹലോ ഗൗരി, ഒന്ന് നിന്നെ, ഞാനും വരുന്നു. അവൾ താല്പര്യമില്ലാത്തതുപോലെ മുന്നോട്ട് തന്നെ നടന്നു. ഓടി വന്ന റാം അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ആ കൈ നിഷ്കരുണം അവൾ എടുത്തു മാറ്റി. പിന്നീട് അവളിൽ നിന്നും ഒരു കത്തുന്ന നോട്ടമായിരുന്നു അവന് നേരെ ചെന്നത്. ഓക്കെ, ഞാൻ തൊടുന്നില്ല. അല്ലെങ്കിലും അതിന് ഇനിയും സമയമുണ്ടല്ലോ അല്ലേ? റാം ഒരു കൂസലുമില്ലാതെ തിരക്കി. എങ്ങോട്ടാ? റാം ചോദിച്ചു. അതിനും അവൾ മറുപടി നൽകിയില്ല. ഗൗരി, എനിക്ക് മനസ്സിലാകും തൻ്റെ വിഷമം. ഇയാളുടെ ആദ്യ ഭർത്താവിനെ പോലെ ഒരിക്കലും ഞാൻ ഇയാളെ ചതിക്കില്ല. അല്ലെങ്കിലും ചില പൈസക്കാരന്മാർ ഇങ്ങനെയാണ്. വീട്ടിലൊന്നിനെ വെച്ച് മറ്റൊന്നിന് ഫ്ലാറ്റ് വെച്ച് നൽകും. ഗൗരി കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിച്ചു. പിന്നെ കുഞ്ഞ് എനിക്ക് പ്രശ്നമല്ല കേട്ടോ. അല്ല, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? തനിക്കൊന്നും പറയാനില്ലേ? അല്ല, അമ്മായി ഇയാളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അല്ലേ? നകുലൻ അമ്മാവലിന് സുഖമില്ലെന്ന് പറഞ്ഞു പോയി എന്ന് കേട്ടു, അതാ ചോദിച്ചത്. എടോ, താൻ മിണ്ടില്ലേ? അതിനും അവളിൽ നിന്നും മറുപടി ഉണ്ടായില്ല. ഗൗരി നടന്നു വന്നതുകൊണ്ട് ചെറുതായി കിതയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവളൊരു മരച്ചുവട്ടിലേക്ക് ചെന്നിരുന്നു. അവൾക്ക് പിന്നാലെ റാമും. അവനൊരു ശല്യമായി അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവൾക്ക് മുന്നിലൂടെ ആഡംബര കാറുകളുടെ ഒരു നിര തന്നെ പാഞ്ഞുപോയി. അത് ചെന്നു നിന്നത് ഭദ്രന്റെ കൃഷിഭൂമിക്ക് മുന്നിലായിരുന്നു. മോനെ, നിനക്കെൻ്റെ മകൻ്റെ പ്രായം മാത്രമല്ലേ ഉള്ളൂ. ദയവ് ചെയ്ത് ചെറിയൊരു ഇളവ് തരണം. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സ്ഥലം മുഴുവൻ എനിക്ക് തന്നതുപോലെ തിരികെ തരാം. ഭദ്രൻ ആ സ്ഥല ഉടമയോട് കെഞ്ചി പറഞ്ഞു.
നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ സ്ഥലം നോക്കാൻ ഏൽപ്പിച്ച കാര്യസ്ഥൻ താമിയെ പറഞ്ഞാൽ മതിയല്ലോ. പി എ പറഞ്ഞു. ഈ ഭൂമി ഒരു കൃഷിഭൂമിയാക്കാൻ നിങ്ങളും താമിയും ഞങ്ങളുടെ അനുവാദം വാങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല മോനെ, എല്ലാം ആ താമി ചെയ്തതാ. പെട്ടെന്ന് അവിടം നിശബ്ദമായി. രണ്ടാഴ്ച സമയം ഞാൻ തരും. അതിനുള്ളിൽ ഇവിടം മുഴുവൻ ക്ലീൻ ആയിരിക്കണം. അതൊരു ഉറച്ച ശബ്ദമായിരുന്നു. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഭദ്രന് സമാധാനമായി. പെട്ടെന്നാണ് ഒരു പി എ വന്ന് പറഞ്ഞത്, അതെ, സാറിന് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടൽ റൂം ക്യാൻസലായി. എന്താ? ക്യാൻസലായാൽ വേറെ നോക്കണം. വേറെ റൂമെല്ലാം ഉണ്ട്, പക്ഷേ ഇവിടെ നിന്നും ഒരുപാട് ദൂരെയാണ്. ഈ ഏരിയയിൽ ഹോട്ടൽ കുറവാണ്. പിന്നെ സാറിന് ദിവസവും വന്നു പോയും ഇരിക്കാൻ ബുദ്ധിമുട്ടാകും. ഇത് തന്നെ പറ്റിയ അവസരം, ഒന്ന് മുട്ടി നോക്കാം. ഭദ്രൻ എന്തോ ഒന്ന് മനസ്സിൽ തീർപ്പാക്കി. സാറേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. അതാവുമ്പോൾ സാറിന് നേരെ ആ പാടം വഴി ഈ സ്ഥലത്തേക്ക് എത്താം. അല്പനേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ആ സ്ഥലത്തിൻ്റെ ഉടമ ഭദ്രൻ്റെ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചു. ഇതേ സമയം ഗൗരിക്ക് രാമൊരു ശല്യമായി തുടങ്ങിയിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തി റൂമിൽ കയറി വാതിലടച്ചാൽ മതിയെന്ന അവസ്ഥയായിരുന്നു അവളുടേത്. അധിക വേഗത്തിൽ നടക്കാനും അവൾക്കാവുന്നില്ല. കിതച്ചുകൊണ്ട് എവിടെയും ഒന്നും ഇരിക്കാറാണ് പതിവ്. റാമിൻ്റെ കലപില സംസാരത്തിനൊടുവിൽ ഗൗരി തിരിഞ്ഞ് വീട് ലക്ഷ്യമാക്കി നടന്നു. റാം വിട്ടുകൊടുക്കാൻ തരമില്ലാതെ വീണ്ടും അവൾക്ക് പിന്നാലെ പാഞ്ഞു. എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ ഒരിടം അവന് കണ്ടെത്തിയേ തീരൂ എന്ന ലക്ഷ്യം അതുമാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അവൾക്ക് പിന്നാലെ നടന്നുകൊണ്ട് റാം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് നിൽക്ക്, എന്തിനാ ഇങ്ങനെ ധൃതി കാണിച്ചു പോകുന്നത്? അവൻ്റെ പെട്ടെന്നുള്ള കയറിപ്പിടുത്തം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ കരണം പുകച്ചൊരു അടി കൊടുക്കാനാണ് അവൾക്ക് തോന്നിയത്. അതിനായി ഒരുങ്ങും മുന്നേ അവൾക്ക് മുന്നിലേക്ക് ഒരു പോഷോ കാർ വന്നു നിന്നു. ഇരുവരും ആ കാറിനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും അവളിലുള്ള പിടിയൊന്നു കൂടെ മുറുകിയിരുന്നു. ഗൗരി, ഇങ്ങടുത്തേക്ക് നിൽക്ക്, റാം പറഞ്ഞു. അവൻ പിടിച്ചു നിൽക്കുന്ന കൈ കുടഞ്ഞു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ പിടുത്തം അത്രയും ഉറച്ചതായിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ ഡോർ തുറന്നു. അതിനകത്തിരിക്കുന്ന ഭദ്രൻ അവരെ നോക്കി പറഞ്ഞു, മക്കളെ വാ, കയറിയിരിക്കെ. ഒന്നും മനസ്സിലാവാതെ റാം ഗൗരിയെ നോക്കി. അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അവൻ കാറിലേക്ക് കയറി. ആരാ അച്ഛാ ഇവരൊക്കെ? മോനെ, ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ കുറച്ചു നാളത്തേക്ക് നമ്മുടെ വീട്ടിൽ താമസമുണ്ടാകും. അവർക്ക് വീട് കാണിക്കാൻ വേണ്ടി ഞാനും കൂടെ കയറിയതാ. പക്ഷേ ഇവിടെ നിങ്ങളെ കണ്ടപ്പോൾ എന്തിനു നിർത്തിയെന്ന് മാത്രം അറിയില്ല, ഭദ്രൻ പറഞ്ഞു. എന്തായാലും നന്നായി, ഗൗരിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ റാം അവളെ പാളി നോക്കി. അധികം ദൂരമില്ല വീട്ടിലേക്ക്. പാടം വഴി 2 മിനിറ്റ് കൊണ്ടെത്തും. റോഡ് വഴി കയറുമ്പോൾ 4 മിനിറ്റ്. കാർ അവിടെ നിന്നും ഭദ്രൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ റാം ആവട്ടെ ഗൗരിയെ മനഃപൂർവ്വം തൊട്ടും മുട്ടിയും ഇരിപ്പായി. റാം തൻ്റെ അമ്മയുടെ സഹോദരപുത്രനാണേലും അവൾക്ക് വല്ലാത്ത അകൽച്ചയെന്തോ, ഒരു അന്യപുരുഷനെന്ന തോന്നൽ എല്ലാം അവളെ റാമിൽ നിന്നും അകലാൻ പ്രേരിപ്പിച്ചു. ഇടയ്ക്ക് റാം ഗൗരിയുടെ കാലിൽ അവൻ്റെ കാലുകൾ കൊണ്ട് തടവി. ദേഷ്യം കണ്ണുകളെ ഈറനണിയിച്ചു. കണ്ണുകൾ മുറുകെ പൂട്ടിക്കൊണ്ട് അവൾ അവൻ്റെ കാലുകൾക്ക് താഴെയുള്ള അവളുടെ കാൽ വലിച്ചെടുത്ത് ഒറ്റ ചവിട്ട് കൊടുത്തു. വേദന കൊണ്ട് അവൻ്റെ മുഖം പുളകം കൊണ്ടെങ്കിലും അവൻ ശബ്ദമുണ്ടാക്കിയില്ല. വീടെത്തിയതും ഗൗരി കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വേഗത്തിൽ ഓടിക്കയറി. റാം പിന്നാലെയും. റൂമിൽ കയറി അവൾ വാതിൽ വലിച്ചടച്ചു. അവളുടെ കണ്ണുകൾക്ക് നിറയാതിരിക്കാനായില്ല. എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത അവളിൽ ഉടലെടുത്തു. ഇതേ സമയം ഭദ്രൻ അകത്തേക്ക് കയറി തൻ്റെ ഭാര്യയെ വിളിച്ചു. അവൾ അടുക്കളയിൽ പണികളിലായിരുന്നു. എന്താ ഏട്ടാ, ഇതാരൊക്കെയാ വന്നേന്ന് നോക്കിയേ. ഈ മോൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കൃഷിഭൂമി 2 ആഴ്ചത്തേക്ക് വിട്ടു തന്നു. ഭൂമി കിട്ടിയ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയാതെ ഭദ്രൻ പറഞ്ഞു, നമ്മുടെ റാമിനെ പോലെ ഈ മോനെയും നമ്മൾ കാണണം. കുറച്ചു നാളത്തേക്ക് മോൻ ഇവിടെ ഉണ്ടാകും. അത് കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അന്ന് രാത്രി ഗൗരി ആഹാരം കഴിക്കാൻ ഹാളിലേക്ക് വന്നില്ല. കാരണം റാം തന്നെയാണ്. അവൻ്റെ നോട്ടവും സംസാരവും തോണ്ടലും തലോടലും അതെല്ലാം അവളെ അസ്വസ്ഥതയാക്കി. മോളെ ഗൗരി, എന്തേലും ഒന്ന് കഴിക്ക്, വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്തെങ്കിലും. എനിക്ക് വേണ്ട അമ്മായി, വിശപ്പില്ല. അങ്ങനെ പറയലേ മോളെ, ഇന്ന് ഒരു വിരുന്നുകാരനുണ്ട് ഇവിടെ. ഭദ്രമാവന് വേണ്ടപ്പെട്ട ആളാ. മോള് വരണം. കുറച്ചെങ്കിലും കഴിക്ക്. മോൾക്ക് വേണ്ടിയല്ല, മോളുടെ കുഞ്ഞിന് വേണ്ടിയാ. അല്ലെങ്കിൽ അമ്മായി ആഹാരം റാമിൻ്റെ കയ്യിൽ കൊടുത്തു വിടാം. അത് കേട്ടതും അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. വേണ്ട അമ്മായി, ഞാൻ വരാം. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എന്നാ വാ മോളെ. ലക്ഷ്മി അവളെയും കൂട്ടി ഹാളിലേക്ക് വന്നു. മോനെ, ഇത് കഴിച്ചു നോക്ക്, മോൻ്റെ ഭൂമിയിൽ ഉണ്ടായതാ.
ഭദ്രൻ ആ വന്ന വിരുന്നുകാരന് ഊട്ടിക്കൊടുക്കുകയാണ്. ആ മോളെ, മോള് വന്നോ, ഇരിക്കേ. താല്പര്യമില്ലെങ്കിലും അവളും ആ തീന്മേശയ്ക്കും അടുത്തേക്കിരുന്നു. വിരുന്നുകാരന് നേരെ മുന്നിലുള്ള കസേര ഭദ്രൻ അവൾക്കായി വലിച്ചു കൊടുത്തു. വിരുന്നുകാരനെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. അവൾ ഇരുന്നതും അമ്മയുടെ ചോദ്യമുയർന്നു. എന്താ മോനെ കഴിക്കാത്തത്? കഴിക്കേ. അമ്മാവൻ ചോദിക്കുന്നത് കേട്ടാണ് അവൾ മുന്നിലുള്ള ആളെ നോക്കിയത് പോലും. കണ്ണിനെ ഈറനണിയിക്കുന്ന ഒരു കാഴ്ച. തനിക്ക് മുന്നിൽ ഇരിക്കുന്ന വിരുന്നുകാരനും തന്നെ തന്നെ ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞ് ആഹാരം കഴിക്കുന്ന പാത്രത്തിലേക്ക് കണ്ണുനീർ തുള്ളി ഇറ്റി വീഴുന്ന അവസ്ഥ.